ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 5ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള 4 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് അത് പ്ലേലിസ്റ്റിൽ തന്നേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്, വിളയിക്കാം നൂറുമേനി. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി ഒരു മാവിൻ തൈ നടുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാവിൻ തൈ നടുന്നതോടൊപ്പം കുട്ടി ചോദിക്കുന്നുണ്ട്, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്? കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരുമെന്ന് വലിയ മാവ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ തൈകൾ വളർന്ന് മാങ്ങയുണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കും? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാവിൻ തൈ നടുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം. അപ്പോൾ ഒരു മാവിൻ തൈ നമ്മൾ നടുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയുണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയാണ്. വേഗം ഫലമുണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. അപ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? വേഗം ഫലമുണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേഗം ഫലമുണ്ടാവണം, അതുപോലെ നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനൊന്നാമതായിട്ട് പറയുന്നത് നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നല്ല വിത്ത് നട്ടാൽ മാത്രമേ നല്ല ഫലം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വേഗത്തിൽ ഫലം ഉണ്ടാവുകയുള്ളൂ. ഇനി എന്താണ്, നല്ല വിത്ത് മാത്രം മതിയോ? അതുപോലെ തന്നെ നല്ല മണ്ണായിരിക്കണം, അല്ലെ? നല്ല മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമുള്ള മണ്ണിനമായിരിക്കണം. നല്ല മണ്ണിനം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അതിന് ആവശ്യമായ കൃഷിക്ക് ആവശ്യമായ പോഷകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതിനാവശ്യമായ വളം പ്രയോഗം നടത്തണം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നതിന്? നല്ല വളം, നല്ല അടിസ്ഥാന വളങ്ങൾ നൽകണം. വെറുതെ ഒരു തൈ കൊണ്ടുവച്ചിട്ട് നല്ല വിളവ് ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. നല്ല വിത്തുകൾ അല്ലെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം, നല്ല മണ്ണായിരിക്കണം, അതുപോലെ തന്നെ നല്ല ആവശ്യത്തിന് വളപ്രയോഗം നടത്തണം. ഇതൊക്കെയാണ് ഒരു വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിത്തുകളും നടീൽ വസ്തുക്കളും. വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിത്ത് ഗുണം 10 ഗുണം. വിത്ത് നന്നായാൽ എന്ത് കിട്ടും? നമുക്ക് 10 ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ഒരു 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു ചെടി, അതായത് ഒരു പാവൽ ചെടി തന്നിട്ടുണ്ട്. പിന്നെ പാവൽ എന്ത് ചെയ്യുന്നു? കായ്ച്ച് അതിന്റെ ഫലം തന്നിട്ടുണ്ട്. ഇനി ആ ഫലത്തിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? വിത്ത്. അപ്പൊ ഇങ്ങനെ 3 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? അപ്പൊ ഈ വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? അത് ഫലത്തിലാണ് ഉണ്ടാകുന്നത്, അല്ലെ? ഇനി ഫലം ഉണ്ടാകുന്നതോ? ഫലം എവിടെ ഉണ്ടാകും? ഫലം ചെടിയിലാണ് ഉണ്ടാകുന്നത്. മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം? അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും. ഒരു ചെടിയിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? അപ്പൊ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ട ഫലം ഏത് കാലത്ത് ഉണ്ടാകുന്നതാണ്? ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. അപ്പൊ വിത്തെടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. വെണ്ട, പയറ് തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വെണ്ട, നമുക്കറിയാം വെണ്ട, അതുപോലെ പയറ്, ഇവയിലൊക്കെ എന്താണ്, ഒരു ഫലത്തിൽ തന്നെ എന്താണ്, ധാരാളം വിത്തുകൾ ഉണ്ടാകും. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? അപ്പൊ ഇവിടെ ഏതാനും പയർ വിത്തെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കൂ. അപ്പൊ പയർ വിത്തെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മികച്ച വിത്തെന്ന് തിരഞ്ഞെടുക്കുന്നത്? ഒന്ന്, അതിന്റെ ആകൃതി, നല്ല ആകൃതി ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? നല്ല ഭാരമുള്ള വിത്തായിരിക്കണം. ഇനി അതിന് നല്ല വലിപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല പുറന്തോട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പയർ വിത്ത് മികച്ച വിത്തായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാ അതിൽ നോക്കേണ്ടത്? ആകൃതി, വലിപ്പം, ഭാരം, പുറന്തോട്. ഈ 4 ഘടകങ്ങളാണ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വിത്ത് തിരഞ്ഞെടുക്കുന്നത്. ഇനി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ കോളങ്ങളിൽ ടിക്കടയാളം ചേർക്കൂ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കായ്ഫലം കുറവുള്ളത്. അപ്പൊ കായ്ഫലം കുറവുള്ള ചെടിയിൽ നിന്ന് വിത്തെടുക്കാൻ പാടില്ല. പിന്നെന്താണ്? കായ്ഫലം കൂടുതലുള്ളത്. അതെ, കായ്ഫലം നമ്മൾ വിത്ത് നട്ടാൽ എന്താണ്, നമുക്ക് കൂടുതൽ ഫലം കിട്ടണം. അപ്പൊ കായ്ഫലം കൂടുതലുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. അസുഖം ബാധിച്ച് അങ്ങനെയുള്ള ചെടിയല്ല, നല്ല ആരോഗ്യമുള്ള ചെടിയാണ് വിത്തെടുക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രോഗബാധയുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതുപോലെ വളർച്ച മുരടിച്ചതും എന്താണ്, തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇനി വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതാണ്? ആദ്യമുണ്ടായ ഫലം ആണോ? അല്ല. അപ്പൊ ആദ്യമുണ്ടായ ഫലം വേണ്ട. അവസാന കാലത്തുണ്ടായ ഫലം അതുമല്ല. പിന്നെന്താണ്? മധ്യകാലത്തുണ്ടായ ഫലം ശരിയാണ്. വിത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? മധ്യകാലത്തുണ്ടായ ഫലമാണ്. ഇനി മൂപ്പെത്തിയ ഫലമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂപ്പെത്താത്തത് വേണ്ട. ഇത്രയുമാണ് എന്ത്, വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എന്ന് പറയുന്നത്. ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം? സ്വാഭാവിക ആകൃതിയുള്ളത്. അതെ, നല്ല ആകൃതിയുള്ളതായിരിക്കണം. സ്വാഭാവികമായ ആകൃതി ഉണ്ടായിരിക്കണം. സ്വാഭാവികമായ ഭാരം ഉണ്ടായിരിക്കണം. പുറന്തോടിൽ കേടുള്ളത് നമ്മൾ പറഞ്ഞില്ല. പുറന്തോടിൽ കേടുള്ള വിത്ത് വേണ്ട. ഭാരം കുറഞ്ഞത് അതും വേണ്ട. ഇനി സ്വാഭാവിക വലിപ്പമുള്ളത്, അത് ശരിയാണ്. അപ്പൊ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്വാഭാവിക ആകൃതിയുള്ളതായിരിക്കണം, സ്വാഭാവികമായ ഭാരമുള്ളതായിരിക്കണം, സ്വാഭാവികമായ വലിപ്പമുള്ളതായിരിക്കണം. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, അതുപോലെ ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പൊ എന്താണ്? നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുക്കുന്ന ഫലം, അതായത് നമ്മൾ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ ഏത് ഭാഗത്ത് നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 4 ചെടികളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിലെ കറിവേപ്പില, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക്. അപ്പൊ ഇതിൽ ഓരോന്നിലും ഏത് ഭാഗത്താണ് പുതിയ തൈ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ ഫസ്റ്റ് നമ്മൾ കറിവേപ്പ് എടുക്കുകയാണ്. കറിവേപ്പിനാണെങ്കിൽ എവിടെയാണ്? അതിൻ്റെ വേരിൽ നിന്നാണ് അടുത്ത തൈ ഉണ്ടാകുന്നത്, വേരിൽ നിന്ന്. ഇനി ഇഞ്ചിക്കാണെങ്കിലോ, ഇഞ്ചിക്ക് കണ്ടോ, അതിന്റെ ഭൂകാണ്ഡത്തിൽ നിന്നാണ്. അപ്പൊ കാണ്ഡത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഭൂകാണ്ഡത്തിൽ നിന്നാണ് ഇഞ്ചിക്ക് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്.
ഭൂകാണ്ഡം. അപ്പോൾ ഇഞ്ചിക്ക് ഭൂകാണ്ഡത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. ഇനി ഇലമുളച്ചിക്കാണെങ്കിലോ ഇത് കണ്ടോ, ഇലയിൽ നിന്നാണ് ഇലമുളച്ചിക്ക് പുതിയ സസ്യം തൈച്ചെടി ഉണ്ടാകുന്നത്. കുരുമുളകിനാണെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. അപ്പൊ കറിവേപ്പിന് വേരിൽ നിന്ന്, ഇഞ്ചിയാണെങ്കിൽ എവിടെ നിന്നാണ്? ഇഞ്ചിയാണെങ്കിൽ ഭൂകാണ്ഡത്തിൽ നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്, തൈച്ചെടി ഉണ്ടാകുന്നത്. അതുപോലെ ഇലമുളച്ചിയിൽ ഇലയിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ കുരുമുളകിലാണെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. തണ്ട്, വേര്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? വിത്തിൽ നിന്ന് മാത്രമല്ല, വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകും. വിത്ത് മുളപ്പിച്ച് മാത്രമല്ല, ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? തണ്ട്, അതുപോലെ ഇല, വേര്, ഭൂകാണ്ഡം ഇവയും എന്താണ്? നടീൽ വസ്തുക്കളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമ്മൾ പറയുന്നു കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. അപ്പൊ എന്താണ്? ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളാണ് അതിന്റെ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവ. ഇവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കായിക പ്രജനനം, അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം. കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം എന്നിവയിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങളാണ് കായിക പ്രജനനം വഴി ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ വേരിലൂടെ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശീമപ്ലാവ് വേരിലൂടെ ഉണ്ടാകുന്ന സസ്യമാണ്. അതുപോലെ കറിവേപ്പ് അത് എന്താണ്? വേരിലൂടെ ഉണ്ടാകുന്ന സസ്യമാണ്. അതുപോലെ നമുക്ക് പറയാം ആലോവേര, അല്ലെങ്കിൽ നമ്മൾ കറ്റാർ വാഴ എന്ന് പറയും. അപ്പൊ അത് കറ്റാർ വാഴ അതെന്താണ്? വേരിലൂടെ പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന ഒരു സസ്യമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ശീമപ്ലാവ്, കറിവേപ്പ്, ആലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ എന്നിവയൊക്കെ വേരിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത നമുക്ക് കാണ്ഡത്തിലൂടെ പുതിയ സസ്യങ്ങൾ, തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മുരിങ്ങ നമ്മൾ വെട്ടി നട്ടാല് അതെന്ത് ചെയ്യും? മുരിങ്ങയുടെ തണ്ടിലൂടെ എന്ത് ചെയ്യാറുണ്ട്? അത് വരാറുണ്ട്, അത് വളരാറുണ്ട്. അപ്പൊ അത് പുതിയ തൈച്ചെടി ഉണ്ടാകാറുണ്ട്. അപ്പൊ തണ്ടിലൂടെയുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ മുരിങ്ങ. അതുപോലെ മരിച്ചീനി, അതുപോലെ റോസ്, പിന്നെ ചെമ്പരത്തി ഇവയൊക്കെ എന്താണ്? കാണ്ഡത്തിലൂടെ, അതായത് തണ്ടിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങളാണ്. അപ്പൊ കാണ്ഡം അല്ലെങ്കിൽ തണ്ടിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? മരിച്ചീനി, അതുപോലെ മുരിങ്ങ, റോസ്, ചെമ്പരത്തി ഇതൊക്കെ കാണ്ഡത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത നമ്മൾ ഇലയിലൂടെ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് ഏതൊക്കെ സസ്യങ്ങൾക്കാണെന്നാണ് നോക്കുന്നത്. ഇലമുളച്ചി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇലയിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. അതുപോലെ നിശാഗന്ധിയും ഇലയിലൂടെ ഉണ്ടാകുന്ന സസ്യമാണ്. അതുപോലെ നിലപ്പനയും എന്താണ്? ഇലയിലൂടെ ആണ് അതിന്റെ ഇലയാണ് പുതിയ തൈച്ചെടിയായിട്ട് വളരുന്നത്. അപ്പോൾ ഇലയിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന എന്നിവ എന്താണ്? ഇലയിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്.
ഇനി ഭൂകാണ്ഡം നോക്കാം. അപ്പൊ ഭൂകാണ്ഡത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കാച്ചിൽ, അതുപോലെ ചേന, ചേമ്പ്, മഞ്ഞൾ, പിന്നെ ഏതാണ്? ഇഞ്ചി, കൂവ. ഇവയൊക്കെ ഭൂകാണ്ഡത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഏതൊക്കെ പറയാം? കാച്ചിൽ, മഞ്ഞൾ, ചേന, ചേമ്പ്, അതുപോലെ ഉള്ളി, ഇതൊക്കെ സവാള ഉണ്ടല്ലോ, വലിയ ഉള്ളി, ഇതെല്ലാം എന്താണ്? ഭൂകാണ്ഡത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ച് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങയിൽ നിന്ന് നമ്മൾ വിത്തും അതിന്റെ തണ്ടും എന്തിനുപയോഗിക്കും? അത് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നതിന് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ മത്തൻ, വെള്ളരി, വെണ്ട, പയറ്, അതുപോലെ എന്താണ്? പച്ചമുളക്. ഇവയെല്ലാം വിത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് പറിച്ചു നട്ടും അല്ലെങ്കിൽ കമ്പ് മുറിച്ചു നട്ടും എന്താണ്? പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നു. അപ്പൊ മുരിങ്ങയിൽ എന്താണ്? വിത്ത് മുളച്ചും അതുപോലെ കമ്പ് മുറിച്ചു നട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നു. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈംഗിക പ്രത്യുൽപാദനത്തിന് വിത്ത് മുളപ്പിച്ചും അതുപോലെ തന്നെ തണ്ട് കായിക പ്രജനനത്തിലൂടെ ഒന്നിൽ അതിന്റെ വേര് അല്ലെങ്കിൽ അതിന്റെ ഇല, അതല്ലെന്നുണ്ടെങ്കിൽ തണ്ട് അല്ലെങ്കിൽ ഭൂകാണ്ഡം എന്നിവയിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശീമക്കൊന്ന അതിന്റെ വിത്തും അതുപോലെ അതിന്റെ കമ്പും മുറിച്ച് നട്ട് എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ പുതിയ തൈച്ചെടി ഉണ്ടാകാറുണ്ട്. അതുപോലെ നമുക്ക് പറയാവുന്നതാണ് പുളി, പപ്പായ, ഇവയൊക്കെ, അതുപോലെ മുരിങ്ങ, ഇവയൊക്കെ എന്താണ്? എന്ത് ചെയ്യുന്നുണ്ട്? തണ്ടിലൂടെയും അതുപോലെ അതിന്റെ വിത്തിലൂടെയും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പൊ പുളിയില് അതിന്റെ വേരിൽ നിന്നാണ്, കായിക പ്രജനനത്തിലൂടെ അതിന്റെ വേരിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ വിത്തും അതുപോലെ തന്നെ അതിന്റെ വേരിൽ നിന്നും പുതിയ തൈച്ചെടികൾ രൂപം കൊള്ളാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മുരിങ്ങ, അതുപോലെ പുളി, പപ്പായ തുടങ്ങിയവ എന്താണ്? വിത്തിലൂടെയും അതുപോലെ അതായത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും കായിക പ്രജനനത്തിലൂടെയും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. അപ്പൊ കൃഷി ചെയ്യുമ്പോൾ എന്താണ്? നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ എന്ത് ചെയ്യണം? നല്ല നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോ എന്താണ്? എങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നാണ് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടത്? നല്ല ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് വേണം നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ. ഇനി ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് തന്നിരിക്കുന്നത്. എന്താണ്? നന്നായി പഴുത്ത വലിയ പേരയ്ക്ക നടാനായി അതിന്റെ ഒരു കമ്പ് എനിക്ക് തരുമോ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നു. അപ്പോ കമ്പും പേരയ്ക്കയും തരാം, പക്ഷെ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാകാൻ കുറെ വർഷമെടുക്കില്ലേ എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? പേരയുടെ കമ്പ് മുളയ്ക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പേരയുടെ എല്ലാ ഗുണങ്ങളും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? അപ്പോ ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണ്. പരാഗണം വഴിയാണ് എന്തുണ്ടാകുന്നത്? ഫലങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ വിത്തുകളും ഉണ്ടാകുന്നത്.
ചെമ്പരത്തി, മരിച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. അപ്പൊ ചെമ്പരത്തി, മരിച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. അപ്പൊ നേരത്തെ അവിടെ കുട്ടികൾ സംസാരിച്ചു. അപ്പൊ എന്താണ്, പേരയുടെ കമ്പ് നട്ടാൽ എന്ത് പറ്റും? അത് മുളയ്ക്കാൻ പ്രയാസമാണ്, നമുക്കറിയാം. അപ്പൊ പേരയിലാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. അപ്പൊ ചെമ്പരത്തി, മരിച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? ഇനി എങ്ങനെയാണ് നമുക്ക് കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിയും? എങ്ങനെയാണത്? അതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ്. എന്താണ് പതിവയ്ക്കൽ, ലെയറിങ്? താഴെ പറഞ്ഞിട്ടുണ്ട്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പേര, അതുപോലെ സപ്പോട്ട, ചാമ്പ, ബദാം എന്നീ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പേരയിൽ പതിവയ്ക്കുന്നതിന്റെ ഘട്ടങ്ങളാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അപ്പൊ ഇതേപോലെ ഇതാണ് മാതൃസസ്യം. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ കമ്പ് ഇങ്ങോട്ട് പോയിരിക്കുന്ന ആ കമ്പ് എന്ത് ചെയ്യുക? ആ കമ്പിനെ ഒരു പെൻസിൽ വണ്ണമുള്ള കമ്പ്, ആ കമ്പിന്റെ 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? വളയാകൃതിയിൽ, ഇതുപോലെ ഇവിടെ തന്നിട്ടുണ്ട്, ഇതേപോലെ വളയാകൃതിയിൽ എന്ത് ചെയ്യണം? അത് കട്ട് ചെയ്ത് മാറ്റണം. ഇനി രണ്ടാം ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ചകിരിച്ചോറ്, അതുപോലെ മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം എന്ത് ചെയ്യണം? ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനച്ചും കൊടുക്കണം. അപ്പൊ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇനി മൂന്നാം ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? 2 മാസത്തിനകം പതിവച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. കണ്ടോ, ഇവിടെ ധാരാളം വേരുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2 മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പതിവച്ച സ്ഥലത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുക്കുക. ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക? കമ്പ് മുറിച്ചെടുക്കുക. എന്നിട്ട് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ എന്ത് ചെയ്യാം? മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പതിവയ്ക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പതിവയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. അപ്പൊ എന്താണ് പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ എന്ത് ചെയ്യുന്നു? വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഇനി പതിവയ്ക്കൽ പല തരത്തിലുണ്ട്. അതിലൊന്നാണ് നാഗപതിവയ്ക്കൽ. നാഗപതിവയ്ക്കൽ. അപ്പൊ എന്താണ് നാഗപതിവയ്ക്കൽ? സർപ്പന്റിങ് ലെയറിംഗ് എന്ന് പറയും. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വച്ച് പല ഭാഗങ്ങളിൽ, അതായത് അതിന്റെ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും എന്ത് ചെയ്യാവുന്നതാണ്? പതിവയ്ക്കാവുന്നതാണ്.
അപ്പോ അതാണ് ഇങ്ങനെ പതിവയ്ക്കുന്നതിനെയാണ് നമ്മൾ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അതായത് കുരുമുളക് പോലുള്ള നല്ല നീളമുള്ള ശാഖകളുള്ള ചെടി എന്ത് ചെയ്യണം, മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിലായിട്ട് ഇടവിട്ട് മണ്ണിട്ട് മൂടണം. അങ്ങനെയും പതിവയ്ക്കുന്ന രീതി, ഇങ്ങനെയുള്ള പതിവയ്ക്കലിന് പറയുന്നതാണ് നാഗപതിവയ്ക്കൽ. അപ്പോ ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും. വിവിധ രീതികളിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ ഉണ്ട്. അപ്പോൾ വായുവിൽ പതിവയ്ക്കലുമുണ്ട്, നാഗപതിവയ്ക്കലുമുണ്ട്. അപ്പൊ വായുവിൽ പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ എയർ ലെയറിങ്, നാഗപതിവയ്ക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ സെർപെന്റിങ് ലെയറിങ്. അപ്പൊ വായുവിൽ പതിവയ്ക്കൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് നടക്കുന്നത്? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നീ സസ്യങ്ങളിലാണ് എയർ ലേയിങ് അല്ലെങ്കിൽ വായുവിൽ പതിവയ്ക്കൽ നടക്കുന്നത്. ഏതൊക്കെ സസ്യങ്ങൾക്കാണ്? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നീ സസ്യങ്ങളാണ് വായുവിൽ പതിവയ്ക്കലിന് ഉദാഹരണം. ഇനി നാഗപതിവയ്ക്കലുണ്ട്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഇവയൊക്കെ നാഗപതിവയ്ക്കൽ വെക്കലിന് ഉദാഹരണമാണ്. അപ്പോ വായുവിൽ പതിവയ്ക്കലും നാഗപതിവയ്ക്കലും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകളെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് എന്തൊക്കെ സവിശേഷത ഉണ്ടാകുന്നത്? അതിന് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. അപ്പൊ എന്താണ്? ചെടിയുടെ വലിപ്പം കുറവ്, അതുപോലെ അധികം ആയുസ് ഉണ്ടാവത്തില്ല, കുറെ നാളൊന്നും എന്ത് ചെയ്യത്തില്ല, ഇത് ജീവിച്ചിരിക്കത്തില്ല. അപ്പൊ ചെടിയുടെ വലിപ്പവും ദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരം സസ്യങ്ങളുടെ പ്രത്യേകത, ഇത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. എന്താണ്? ഇതിനെന്തുണ്ടാകില്ല? തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പോ നമ്മൾ പതിവിച്ചുണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് എന്താണ്? കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും, ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും, തായ് വേരു പടലം ഉണ്ടായിരിക്കില്ല, കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇത്രയുമാണ് പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ. പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും തരംതിരിച്ച് പട്ടികപ്പെടുത്താനായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വേര് മുളപ്പിക്കല്. വേര് എങ്ങനെയാണ് വേര് മുളപ്പിക്കുന്നത്? തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഒരു തണ്ട് വളരെ വേഗത്തിൽ വേര് മുളപ്പിക്കണമെങ്കിൽ അതെന്ത് ചെയ്താൽ മതി? ആക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണിന്റെ അടങ്ങിയ ലായനി. അപ്പൊ ആക്സിൻ എന്ന് പറയുന്ന ഒരു സസ്യ ഹോർമോൺ ഉണ്ട്. ഇതടങ്ങിയ ലായനിയിൽ ആ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം, ആ തണ്ടിന്റെ ഭാഗം എന്ത് ചെയ്താൽ മതി? മുക്കി വച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് പല സസ്യങ്ങളും എന്താണ് ഈ നഴ്സറികളിലൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന പല സസ്യങ്ങളും പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണിലാണ്. അതായത് സസ്യങ്ങളുടെ വേര് മുളപ്പിക്കാനായിട്ട് വളരെ വേഗത്തിൽ സസ്യങ്ങളുടെ വേര് മുളപ്പിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് എന്ത്? ആക്സിൻ എന്ന് പോലുള്ള സസ്യ ഹോർമോണുകളിൽ എന്ത് ചെയ്യുക? കാണ്ഡഭാഗത്തിന്റെ മുളയ്ക്കേണ്ട ഭാഗം, അതായത് അതിന്റെ തണ്ട് മുക്കിയെടുക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് കമ്പൊട്ടിക്കലാണ്. ഇവിടെ ഒരു മാവിന്റെ ചിത്രം തന്നിട്ടുണ്ട്, പലതരത്തിലുള്ള മാവിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ് എന്താണ്? ഈ മാവിന്റെ ഒരു തൈ വേണം,
അത് പതിവയ്ക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, പതിവയ്ക്കലിലൂടെ, അതായത് നമ്മൾ പഠിച്ചു പതിവയ്ക്കൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ പതിവയ്ക്കലിലൂടെ എന്ത് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. അപ്പൊ മാവിന്റെ തൈ വേണം, അത് പതിവയ്ക്കലിലൂടെ ഉണ്ടാക്കാൻ കഴിയില്ല. എന്താണ്, മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാ വിത്ത് നട്ടാലോ? അപ്പോൾ വിത്ത് നട്ടാൽ എന്ത് ചെയ്യും? മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങൾ കഴിയും. അതിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെ? രണ്ടിനം മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള 2 മാവ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒന്ന് നാടൻ മാവ്, നമ്മുടെ സാധാരണ വിത്ത് മുളച്ച് ഉണ്ടാകുന്ന മാവ്. ഇനി രണ്ടാമത്തത് എന്താണ്, നീലം മാവ്. അപ്പൊ വിത്ത് മുളച്ചുണ്ടായ മാവിനും നീലം മാവിനും വളരെ വളരെ പ്രത്യേകതകളുണ്ട്. അതിവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാടൻ മാവിലാണെങ്കിൽ താരതമ്യേന ചെറിയ മാങ്ങയാണ്. ഇനി പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങ ഉണ്ടായിരിക്കും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. അപ്പൊ അതാണ് നാടൻ മാവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മുടെ വലിയ മാങ്ങ, അതായത് നീലം മാവിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിന് വലിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും, നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല, നല്ല പരിചരണം വേണം. അപ്പൊ ഇതാണ് ഈ 2 മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? അപ്പൊ ഈ 2 മാവില് ഫലം ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത് ഏതാണ്? നീലം മാവാണ്. നമുക്കറിയാം, നീലം മാവിലാണ് ഏറ്റവും കൂടുതൽ ഫലമുള്ളത്. നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകൾ ഉണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്താണ്, പ്രത്യേക പരിചരണം ആവശ്യമില്ല, നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യും, നന്നായി വളരും. ഇനി എന്താണ്, പക്ഷെ താരതമ്യേന ചെറിയ മാങ്ങയാണ്, പുളിയുള്ളതോ അതിന് മധുരമോ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നീലം മാവിന്റെ ഒരു കമ്പ് നാടൻ മാവിന്റെ തൈയിൽ വച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈച്ചെടി ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ മണ്ണിൽ നന്നായി വളരും, നീലം മാവിന്റെ മാങ്ങ ലഭിക്കും. ഇനി എന്താണ്, ധാരാളം ഫലം ലഭിക്കും. അപ്പൊ ധാരാളം ഫലം ഉണ്ടാകും, നമ്മുടെ മണ്ണിൽ നന്നായി വളരും, നീലം മാവിന്റെ മാങ്ങ ലഭിക്കും. ഇതൊക്കെയാണ് എന്ത്, നീലം മാവിന്റെ കമ്പ് നാടൻ മാവിന്റെ തൈയിൽ വച്ച് പിടിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തൈച്ചെടി ഉണ്ടാക്കുന്ന രീതിയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നമ്മൾ കമ്പ് ഒട്ടിക്കാം എന്ന് പറയുന്നത്. കമ്പ് ഒട്ടിക്കൽ. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. അപ്പോൾ 6 മാസം മുതൽ അല്ലെങ്കിൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ വേരോട് കൂടിയ ആ നാടൻ മാവിന്റെ ചെടിക്ക് പറയുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക്. ഇവിടെ തന്നിട്ടുണ്ട്, റൂട്ട് സ്റ്റോക്കിന്റെ പടം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താണ്, നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മള് നീലം മാവിന്റെ കമ്പിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ആ ഒരു കമ്പിന് പറയുന്ന പേരാണ് സയൺ. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ സയനായി തിരഞ്ഞെടുക്കേണ്ട കമ്പിന് പ്രത്യേകതയുണ്ട്. എന്താണ്, പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായി എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. ഇനി കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ കമ്പ് ഒട്ടിക്കണമെങ്കിൽ നമ്മുടെ റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക്
മുറിക്കുക. അപ്പൊ ഇതുപോലെ 4 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? താഴേക്ക് മുറിക്കണം. ഇനി സയനിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ച് ചെത്തണം. ഇനി സയനിന്റെ അടിഭാഗം എന്ത് ചെയ്യണം? 2 വശവും നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചരിച്ച് ഇതുപോലെ ചെത്തിയെടുക്കണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക്, ഇനി ഈ റൂട്ട് സ്റ്റോക്കിൽ എന്ത് ചെയ്യണം? എന്നിട്ട് ഒരു വിടവുണ്ടാക്കണം. എന്നിട്ട് ആ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. എന്നിട്ടോ സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പോ അത് കഴിഞ്ഞ് നമ്മുടെ സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് കമ്പൊട്ടിക്കൽ. കമ്പൊട്ടിക്കൽ എന്താണ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. അപ്പൊ കമ്പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. മികച്ച ഇനത്തിലുള്ള തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെന്ന് പറയും? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ വേരോട് കൂടിയ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ വേരോട് കൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക്. ഇനി അതിൽ ഒട്ടിക്കുന്ന കമ്പിനെ നമ്മൾ എന്തെന്ന് പറയും? സയൻ എന്ന് പറയുന്നു. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാകുന്നതിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ കമ്പൊട്ടിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടാകുന്ന തൈ ചെടിയുടെ അതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിത്രവും തന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന ചിത്രവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കമ്പൊട്ടിച്ച് ഉണ്ടാക്കുന്ന ഒരു തൈ എന്ത് ചെയ്യും? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും. ധാരാളം ഫലമുണ്ടാകും. ധാരാളം ഫലം ഉണ്ടാകും. ഇനി എന്താണ്? അധികം ഉയരത്തിൽ വളരത്തില്ല. അതായത് വലിയ വലിപ്പമൊന്നും ഉണ്ടാകില്ല. ചെറിയ ചെടിയായിരിക്കും. ഇനി അതുപോലെ എന്ത് കുറവായിരിക്കും? ഇതിന് ആയുസ് കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കുന്ന തൈച്ചെടിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്ത് കൊണ്ടാവാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സയനായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരുമോ? അപ്പോ ഇവിടെ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ? ഇവിടെ ഇതാണ് കമ്പൊട്ടിച്ചിരിക്കുന്ന ഭാഗം. അതിന് താഴെ വളരുന്ന മുകുളമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോ മൂവാണ്ടൻ മാവിൽ നീലം മാവിന്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. മൂവാണ്ടൻ മാവിന്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിന്റെ തൈ തന്നെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? അപ്പോ ഒരു മൂവാണ്ടൻ മാവിന്റെ മൂവാണ്ടൻ മാവിന്റെ റൂട്ട് സ്റ്റോക്കില് അതുപോലെ മൂപ്പത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിന്റെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സയനായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിന്റെ പ്രായമുണ്ടാകില്ലേ? വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ? അതുപോലെ മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു തൈ ഉണ്ടാക്കണം.
ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയണായും തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൽഗോവ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല എന്താണ് ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് മൽഗോവ. അതുപോലെ നാടൻ മാവിനമായ ഗോമാവ് എന്ന് പറയുന്നത് സാധാരണ നാടൻ മാവാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏതിന്റെ ആയിരിക്കും റൂട്ട് എടുക്കുന്നത്? ഗോമാവിന്റെ റൂട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ സയൺ ഏതിൻ്റെതായിരിക്കും? മൽഗോവയുടെ സയണുമായിരിക്കും എടുക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മുകുളം ഒട്ടിക്കൽ. അപ്പൊ എന്താണ് മുകുളം ഒട്ടിക്കൽ? കമ്പിന് പകരം മുകുളം എടുത്ത് ഒട്ടിക്കുന്ന രീതി. നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? ബഡ് തൈകളുടെ പരസ്യം നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് ബഡ് തൈകളുടെ പരസ്യം? മികച്ച തൈകൾ, മിതമായ വിലയ്ക്ക്, കൂടുതൽ ഉൽപാദനം, കട്ടിയുള്ള പാല്, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ബഡ് ചെയ്ത തൈകൾക്ക് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ നഴ്സറികളിൽ ഇരിക്കുന്ന തൈയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത്? ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിന്റെ മുകുളമാണ് സയണായി എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കമ്പല്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു? മുകുളം ഒട്ടിക്കുന്നതിന് വേണ്ടി മികച്ച ഇനം മുകുളമാണ് എന്ത് ചെയ്യുന്നത്? ഒട്ടിക്കുന്നതെന്ന് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അപ്പോ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം എന്ത് ചെയ്യുന്നു? അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് മുകുളം ഒട്ടിക്കൽ. ഈ രീതിയിൽ നമുക്കൊരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ, അതായത് ഒരു പ്ലാവ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോട് കൂടി ചെത്തിയെടുക്കുക. അപ്പോ ഇങ്ങനെ എടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് അതിന്റെ മുകുളം എന്ത് ചെയ്യുന്നു? തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. അങ്ങനെ ചെത്തിയെടുക്കുന്ന ആ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന്, അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. ഇതേപോലെ എന്ത് ചെയ്യുന്നു? പുറം തൊലി ചെത്തി മാറ്റുന്നു. അടുത്ത ഘട്ടത്തിൽ റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഇവിടെ ഇത് കണ്ടോ, ഇതേപോലെ ഈ ഒട്ടിച്ച ഭാഗത്തിന് ഇതെന്ത് ചെയ്യുന്നു? ഈ മുകുളം പുറത്ത് വരത്തക്ക രീതിയിൽ എന്താണ് അല്പം സ്ഥലം കൊടുത്തിട്ട് ബാക്കി സ്ഥലം എല്ലാം പോളിത്തീൻ കവർ കൊണ്ട് എന്ത് ചെയ്യുക? പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. ഇനി മുകുളം ഇതുപോലെ വന്നു മാറുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്ലാവിൻ തൈയില് എന്ത് ചെയ്യുന്നത്? നമ്മള് മുകുളം ഒട്ടിക്കുന്നത്. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്ത് ജൈവ വൈവിധ്യോദ്യാനത്തിൽ നട്ടു വളർത്തു. അപ്പൊ ഇത് കുട്ടികൾക്കുള്ള ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് വർഗസങ്കരണമാണ്. വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടിയുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 2 തരത്തിലുള്ള 2 മുളക് ചെടികളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒന്നെന്ന് പറയുന്നത് നല്ല നീളത്തിലുള്ളതും ഒന്ന് എന്താണ് നമ്മുടെ ചെറിയ മുളകുമാണ് തന്നിരിക്കുന്നത്. ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട രീതി ഇതിന് അനുയോജ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ചെടികളുടെയും നല്ല ഗുണങ്ങൾ അടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? പരാഗണം വഴിയാണല്ലോ വിത്ത് ഉണ്ടാകുന്നത്. വിവിധ പരാഗണ രീതികൾ
നിങ്ങൾക്കറിയാമല്ലോ. മത്തൻ ചെടിയിലെ പരാഗണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള പരാഗണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മത്തൻ ചെടിയിലെ പരാഗണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ മത്തൻ ചെടിയിലെ 2 തരത്തിലുള്ള പരാഗണം നടക്കുന്നുണ്ട്. ഒന്ന് സ്വപരാഗണവും, രണ്ടെന്താണ് പരപരാഗണവും. അപ്പോ സ്വപരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെടിയുടെ പൂമ്പൊടി എന്ത് ചെയ്യുന്നു, അതേ ചെടിയുടെ പൂവിൽ തന്നെ എന്ത് ചെയ്യുന്നു, വന്നു വീഴുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, സ്വപരാഗണം എന്ന് പറയുന്നത്. ഇനി പരപരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെടിയിൽ നിന്ന് എന്താണ് പരാഗരേണുക്കൾ എന്ത് ചെയ്യുന്നു, അടുത്ത ചെടിയിലെ പൂവിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ പരപരാഗണം എന്ന് പറയുന്നത്. സ്വപരാഗണത്തിലോ പരപരാഗണത്തിലോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? 2 മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏത് തരം പരാഗണമാണ് നടക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്കറിയാം. എന്താണ്? 2 ചെടികളാണെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കേണ്ടത്? പരപരാഗണമായിരിക്കും നടക്കേണ്ടത്. പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടന്നത് എന്നുറപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലെങ്കിൽ കൃത്രിമമായി പരപരാഗണം നടത്താൻ കഴിയുമോ? ഇനി ഇവിടെ കൃത്രിമ പരാഗണം എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കുക. അപ്പൊ ഇവിടെ കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ, ആർട്ടിഫിഷ്യൽ പോളിനൈസേഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്? സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുക. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് സ്വപരാഗണം തടയുന്നതിന് വേണ്ടി കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുക. അത് നന്നായി വിരിഞ്ഞു വന്നൊരു പൂവാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പൂവിലെ എന്താണ്, പൂവിലെ കേസരങ്ങൾ എന്ത് ചെയ്യണം? മുറിച്ചു മാറ്റണം. ഇനി ഈ പൂവിൽ മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഇതിന്റെ കേസരം മുറിച്ചു മാറ്റിയതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു? മറ്റ് പരാഗരേണുക്കൾ ഇതിലെത്താതിരിക്കാൻ വേണ്ടി ഈ പൂവിനെ ഇങ്ങനെ ഇതുപോലെ പൊതിഞ്ഞു കെട്ടുക. ഇനി 3-ാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഇത് കണ്ടോ, നല്ല വിടർന്നൊരു പൂവ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതിന്റെ പരാഗരേണുക്കള് ബ്രഷിൽ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ഇത് കണ്ടോ. എന്നിട്ട് ഈ പരാഗരേണുക്കൾ, ഇവിടെ നിന്ന് ശേഖരിച്ച പരാഗരേണുക്കൾ ഏത് പൂവിന്റെ പരാഗണ സ്ഥലത്താണോ അത് കൃത്രിമ പരാഗണം നടത്തേണ്ടത് അവിടെ എന്ത് ചെയ്യുന്നു? പതിപ്പിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ്? മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഇതേപോലെ എന്ത് ചെയ്യുന്നു? മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗണം ഇവിടെ വരാതെ എന്ത് ചെയ്യുന്നു? ഇതിനെ പൊതിഞ്ഞു കെട്ടുന്നു. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർത്ത് കാരണം ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എപ്പോഴാണ്? പൂവ് വിരിഞ്ഞ ഉടനാണോ? അല്ല, മറിച്ച് എന്താണ്? പൂവ് നന്നായി വിരിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൃത്രിമ പരാഗണം നടത്തുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വർഗസങ്കരണത്തെ കുറിച്ചാണ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പൊ വർഗസങ്കരണം എന്ന് പറഞ്ഞാല് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സങ്കര ഇനം വിത്തുകൾ ഉണ്ടാക്കുന്നത്. ചില സങ്കര ഇനം വിത്തുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോ പ്രധാനപ്പെട്ട സങ്കര ഇനം വിത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. ഇവ സസ്യം, അതുപോലെ സങ്കര ഇനം വിത്തുകൾ.
മുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവയൊക്കെ നമ്മുടെ പച്ചമുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ്. അതുപോലെ പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക ഇവയൊക്കെ പയറിന്റെ എന്താണ് സങ്കര ഇനം വിത്തുകളാണ്. ഇനി നെല്ല് എന്താണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ, പവിത്ര, അന്നപൂർണ, IR5, IR8 ഇതൊക്കെ എന്താണ് സങ്കര ഇനം വിത്തുകളാണ്. ഇനി തെങ്ങിന്റെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, അതുപോലെ ഗംഗാബോന്തം, ലക്ഷഗംഗ ഇതൊക്കെ സങ്കര ഇനം വിത്തുകളിൽ പെടുന്നതാണ്. ഇനി വെണ്ടയിൽ ഏതൊക്കെയാണ് അനഘ, അനാമിക, സൽകീർത്തി, കിരൺ ഇതൊക്കെ വിവിധ ഇനം വെണ്ടയിലെ വിവിധ ഇനം സങ്കര വിത്തുകളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല, അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. അപ്പൊ കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ ജില്ല. ഇവിടെ തന്നിട്ടുണ്ട് വളരെ വലിയ ഒരു എന്താണ് തൃശ്ശൂരിലെ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഈ തന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. അപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രം ഏതാണ്? നമ്മുടെ കേരള കാർഷിക സർവകലാശാലയാണ്. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ മുഖ്യ പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും എന്താണ് ഇവർ ചെയ്യുന്നത്? വിവിധ ഇനം വിളകൾ, അതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കുറിച്ചുള്ള ഗവേഷണം നടത്തുക. ഇനി എന്താണ്? വിജ്ഞാന വ്യാപന പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇതിനെ പലതരത്തിലുള്ള പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അതിന്റെ ആസ്ഥാനം ശ്രീകാര്യം, തിരുവനന്തപുരമാണ്. അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ശ്രീകാര്യമാണ്. ശ്രീകാര്യം തിരുവനന്തപുരമാണ്. കിഴങ്ങ് വർഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇങ്ങനെ ചോദിക്കാം, കിഴങ്ങ് വർഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവും നടക്കുന്ന കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ശ്രീകാര്യം തിരുവനന്തപുരമാണ്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നത് നമ്മുടെ കോട്ടയത്തെ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയ തോട്ടവിളകളെ കുറിച്ചുള്ള ഗവേഷണം നടക്കുന്ന കേരളത്തിലെ സർവകലാശാലയാണ് ഏത്? ഗവേഷണ കേന്ദ്രമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ കാസർഗോട്ടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്.
ഇനി നോക്കിയേ, നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കൂ. അത് കുട്ടികൾക്കുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് വിത്തും വിളവും കുട്ടികളുടെ സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ട് കുട്ടികൾ പറയുന്ന കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ആണ് സൽകീർത്തി. അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? ഇതൊരു വെണ്ടയാണ്. ഇതിന്റെ പേരാണ് സൽകീർത്തി ഇനമാണ്. നിറയെ കായ്കൾ കണ്ടു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് സൽകീർത്തി എന്നാണ് ഈ വെണ്ടയുടെ പേര്. ഇതിലെന്തുണ്ട് പ്രത്യേകത? നിറയെ കായ്ഫലമുണ്ട്. ഇനി എന്താണ്? ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ വിളവ് കുറഞ്ഞു പോയി. അപ്പൊ ഇവിടെ മറ്റൊരു കുട്ടി ദുഃഖത്തോടെ പറയുക, ഞാൻ എന്ത് ചെയ്തു? സൽകീർത്തിയാണ് നട്ടത്, പക്ഷെ എന്ത്? വിളവ് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ രണ്ടു പേരും നട്ടത് ഒരേ ഇനം വെണ്ട തന്നെയാണല്ലോ, എന്നിട്ടും ഒരാൾക്ക് ഉൽപാദനം കുറയാൻ കാരണം എന്തായിരിക്കും? അപ്പോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്തൊക്കെയാണ്? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? അല്ലെ, പോരാ. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? അപ്പൊ എന്താണ്? ഒന്നാമത് വളക്കൂറുള്ള മണ്ണ്, ആ വിത്തിന് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കീടനിയന്ത്രണം നടത്തണം. ഇനി എന്താണ്? ആവശ്യത്തിന് വളപ്രയോഗം നടത്തണം. ജൈവവളം ആവശ്യത്തിന്, ജൈവവളമോ അല്ലെങ്കിൽ രാസവളമോ ആവശ്യത്തിന് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇനി എന്താണ്? ആവശ്യത്തിന് ജലം ലഭിക്കുന്നത് സ്ഥലമായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. എന്താണ്? വളരെ ഫലപ്രദമായ രീതിയിൽ മികച്ച ഇനം വിളവ് ലഭിക്കാനായിട്ട്. അടുത്ത പറയുന്നത് വളക്കൂറുള്ള മണ്ണിന്റെ കാര്യമാണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പ്രദേശത്തെ കർഷകരുമായി അഭിമുഖം നടത്തി ലിസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? മികച്ച വിളവ് ലഭിക്കാനായിട്ട് നടത്തുന്ന വളപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? ചാണകം, അതുപോലെ യൂറിയ, പിന്നെന്താണ്? ഫാക്ടംബോസ്, പിന്നെ നമ്മുടെ കോഴിക്കാഷ്ടം, ഇതൊക്കെ എല്ലുപൊടി, ഇതൊക്കെ പലതരത്തിലുള്ള വളങ്ങളാണ്. ഇനി ഇവിടെ കുറച്ച് വളങ്ങളുടെ എന്താണ് പേരും ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പൊ നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്നിവ പരിശോധിച്ച് അതുപോലെ രാസവളങ്ങൾ ഏതൊക്കെയാണ് എന്ന് തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത് ജൈവവളമാണ്. അതുപോലെ NPK എന്താണ്? രാസവളമാണ്, അല്ലെ? രാസവളം. എല്ലുപൊടി ജൈവവളമാണ്, ജൈവവളം. ഇനി എന്താണ്? കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ജൈവവളമാണ് കോഴിക്കാഷ്ടം. അതുപോലെ അപ്പോൾ ഇവയിൽ തന്നിരിക്കുന്നതിൽ NPK മാത്രമാണ് രാസവളം, ബാക്കിയെല്ലാം എന്താണ്? ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഇവിടെ ജൈവവളങ്ങളും രാസവളങ്ങളും കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം എന്തൊക്കെയാണ്? ചാണകം എന്ന് പറയുന്നത് ജൈവവളമാണ്. കോഴിക്കാഷ്ടം എന്താണ്? ജൈവവളമാണ്. എല്ലുപൊടി ജൈവവളമാണ്. അതുപോലെ എന്താണ് നമ്മളിവിടെ പറഞ്ഞ കമ്പോസ്റ്റ് വളം എന്താണ്? അതും എന്ത്? കമ്പോസ്റ്റ് വളം. ഇതൊക്കെ ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ചാണകം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് വളം, ഇവയെല്ലാം എന്തിനുദാഹരണമാണ്? ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ എന്താണ്? രാസവളങ്ങള് നമ്മൾ പറഞ്ഞ NPK, അതുപോലെ യൂറിയ, ഫാക്ടംബോസ്, ഫാക്ട് വളങ്ങള്, അപ്പോ ഇതൊക്കെ എന്താണ്? രാസവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ പറയുന്നത് ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക അപഗ്രഥിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അതായത് ജൈവവളങ്ങൾ, രാസവളങ്ങൾ. അപ്പോൾ ഇവയുടെ പ്രത്യേകതകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് ഏതൊക്കെയാണ്? രാസവളങ്ങളും ജൈവവളങ്ങളും തന്നിട്ടുണ്ട്. ഇനി ജൈവവളങ്ങളുടെ പ്രത്യേകത ജൈവ വസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്.
രാസവളങ്ങൾ എന്ത് ചെയ്യുന്നു? രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടി വരും. അപ്പൊ ജൈവവളങ്ങൾ നമ്മൾ നൽകുകയാണെങ്കിൽ എന്താണ്? സസ്യങ്ങൾക്ക് അത് കൂടുതൽ അളവിൽ വേണ്ടി വരും. ഇനി രാസവളങ്ങൾ എന്താ പ്രത്യേകത? കുറഞ്ഞ അളവിൽ മതിയാകുന്നതാണ്. ഇനി ജൈവവളങ്ങൾ മണ്ണിന് ദോഷകരമല്ല, പക്ഷേ അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. അപ്പൊ രാസവളങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ അത് എന്തിനെ ബാധിക്കും? നമ്മുടെ മണ്ണിന്റെ ഘടനയെ അത് നശിപ്പിക്കും. ഇനി ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇപ്പൊ ജൈവവളം നൽകുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കാഷ്ടം മാത്രമായി നൽകാൻ കഴിയില്ല. അതുപോലെ ചാണകമാണെങ്കിൽ ചാണകം മാത്രമായി നൽകാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യണം? അത് നൽകാം. അപ്പൊ രാസവളം നൽകുമ്പോൾ എന്താണ്? ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ കഴിയും. അപ്പൊ ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് ജീവാണുവളം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജീവാണുവളം? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. ന്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്താണ് ജീവാണുവളം എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. ആ ജീവാണുവളപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെയാണ്? സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ വളങ്ങൾക്ക് ഉദാഹരണമാണ്. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ എന്തിന് ഉദാഹരണമാണ്? ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കീടനിയന്ത്രണം. കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. അപ്പൊ ഇവിടെ കീടബാധ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറെയൊക്കെ പോയി. വിളക്ക് കെണിവെച്ചും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. അപ്പൊ ഇവിടെ കർഷകരുടെ ഓരോരുത്തരുടെയും എന്താണ് നമ്മുടെ കീടനിയന്ത്രണത്തിന് വേണ്ടി ഓരോ കർഷകരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ജൈവ നിയന്ത്രണം. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. അപ്പൊ മിത്രകീടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വട്ടച്ചാഴി അല്ലെങ്കിൽ ലേഡി ബഗ്, ട്രൈക്കോഗ്രാമ എന്നിവ നമ്മുടെ ജൈവ നിയന്ത്രണകർക്ക് ഉദാഹരണമാണ്. അതില് ഇതുപോലെ തവള, അതുപോലെ അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളും വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. അപ്പോ ജൈവ നിയന്ത്രകർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ആരൊക്കെയാണ്? വട്ടച്ചാഴി അഥവാ ലേഡി ബഗ്, പിന്നെ ഏതാണ്? ട്രൈക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയവ ജീവികളെ നമ്മുടെ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്ന ജീവികളാണ്. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്ര കീടങ്ങളും നശിക്കുന്നു. അപ്പൊ നമ്മൾ കീടനാശിനികൾ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള വട്ടച്ചാഴി അല്ലെങ്കിൽ നമ്മുടെ ലേഡി ബഗ് അല്ലെങ്കിൽ ട്രൈക്കോഗ്രാമ, തവള, അരണ, ഊന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ ഈ കീടനിയന്ത്രണത്തോടൊപ്പം ഈ വളങ്ങൾ നമ്മൾ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ അവ കൂടി ചത്തൊടുങ്ങും. ഇനി യാന്ത്രിക കീടനിയന്ത്രണമുണ്ട്. യാന്ത്രിക നിയന്ത്രണം എങ്ങനെയാണ്? ചിലയിനം പച്ചക്കറികളുടെ കായകൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യണം? ഒരു പിടി തുളസിയില എടുത്ത് ചതച്ച് ഒരു പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം എന്ത് ചെയ്യുന്നു? സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൾ കൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ്
യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി എന്ന് പറയുന്നത്. അപ്പൊ യാന്ത്രികമായി കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു കെണിയാണ് ഫെറമോൺ കെണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെറമോൺ കെണി എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് കീടനാശിനികളെ കുറിച്ചാണ്. കീടനാശിനികൾ രണ്ട് തരത്തിലുണ്ട്. രാസ കീടനാശിനികളുമുണ്ട്, ജൈവ കീടനാശിനികളുമുണ്ട്. ഇനി രാസ കീടനാശിനികൾ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസ കീടനാശിനികൾ. എന്താണ് ജൈവ കീടനാശിനികൾ? രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. അപ്പൊ എന്തൊക്കെയാണ് ജൈവ കീടനാശിനികൾ? ഉദാഹരണങ്ങള് വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. അതുപോലെ പുകയില കഷായം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമുക്കൊരു ജൈവ കീടനാശിനി നിർമ്മിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പുകയില കഷായം നിർമ്മിക്കുന്ന രീതിയാണ് തന്നിരിക്കുന്നത്. 100 ഗ്രാം പുകയില ചെറുകഷണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അപ്പൊ പുകയില കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 100 ഗ്രാം പുകയില ചെറുകഷണങ്ങളാക്കി എത്ര ലിറ്റർ വെള്ളത്തിലാണ്? 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അതില് 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചാണ് പുകയില കഷായം തയ്യാറാക്കുന്നത്. ഇനി ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതില്ലേ? കളകളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? അപ്പൊ കളകളെ നിയന്ത്രിക്കാനും ഇതുപോലെയാണ് കളനാശിനി പ്രയോഗങ്ങൾ. കളനാശിനികൾ നമുക്ക് പ്രയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കളകൾ പറിച്ചു നീക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കളകളെ നിയന്ത്രിക്കാൻ കഴിയും. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ നേട്ടം. അപ്പൊ എങ്ങനെയാണ്? നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത്. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി എനിക്കും നല്ലൊരു കർഷകനാവണം, ഞാൻ എവിടെ കൃഷി ചെയ്യും? അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. വീട്ടിലെ അടുക്കളത്തോട്ടം. അപ്പൊ വീട്ടിലാണെങ്കിൽ എന്താണ്? ഇതാണ് വീട്ടിലെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. ഇനി മട്ടുപ്പാവ് കൃഷിയുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് മട്ടുപ്പാവിലെ കൃഷി രീതി. ഇതേപോലെ മട്ടുപ്പാവിൽ എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും. ഇനി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം. സ്കൂളിലും എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൃഷി ചെയ്യാൻ കഴിയും. സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത്? ഈ രീതികളിൽ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം വിപുലീകരിക്കുമല്ലോ. അത് സ്കൂളിലെ കുട്ടികൾക്കുള്ളതാണ്. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് മാത്രമാണോ കൃഷി? അല്ല. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിവിധ കാർഷിക മേഖലകൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെയാ ഇവിടെ കാർഷിക രംഗം ഏതൊക്കെയാണ്? പലതരത്തിലുള്ള കൃഷി രീതികൾ ഇവിടെ ഒരു ചക്രത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പട്ടുനൂൽ പുഴു വളർത്തൽ, അതിൽ നമ്മൾ പറയുന്നതാണ് സെറികൾച്ചർ. അപ്പൊ പട്ടുനൂൽ പുഴു വളർത്തലിന് പറയുന്നതാണ് സെറികൾച്ചർ. ഇനി ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പ കൃഷിക്ക് പറയുന്നതാണ് ഫ്ലോറികൾച്ചർ. ഇനി എന്താണ്? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ, തേനൊക്കെ നമ്മൾ കുപ്പിയിലല്ലേ എടുക്കുന്നത്. അപ്പൊ എപ്പികൾച്ചർ തേനുമായി ബന്ധപ്പെട്ടതാണ് എപ്പികൾച്ചർ. ഇനി എന്താണ്?
കൂൺ കൃഷി, അതായത് കൂണിക്കൾച്ചർ. കൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് കൂണിക്കൾച്ചർ. കൂണിക്കൾച്ചർ, മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് കൂണിക്കൾച്ചർ. ഇനി അടുത്ത കൂൺ കൃഷിയുണ്ട്, മഷ്റൂം കൾച്ചർ എന്ന് പറയും. കൂൺ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മഷ്റൂം കൾച്ചർ. ഇനി കോഴിക്കൃഷി, കോഴിക്കൃഷിക്ക് പറയുന്നതാണ് പൗൾട്രി ഫാമിംഗ്. അതുപോലെ കന്നുകാലി വളർത്തലിനെ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയും. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്, അതിനാണ് കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത്, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. ഇനി മത്സ്യകൃഷി, മത്സ്യകൃഷിക്ക് പറയുന്ന പേരാണ് പിസി കൾച്ചർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സെറി കൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴു വളർത്തൽ, ഫ്ലോറി കൾച്ചർ എന്ന് പറഞ്ഞാൽ പുഷ്പകൃഷി, എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തൽ, ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തൽ, അതുപോലെ മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ കൂൺ കൃഷി, പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴി കൃഷി, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ, പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകൃഷി. അപ്പൊ ഇതാണ് വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ എന്ന് പറയുന്നത്. വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത് നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികളും കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കിയത്. കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച് ആധുനിക കൃഷി രീതികളോടൊപ്പം നമുക്ക് മുന്നേറാം. ഇനി ഇവിടെ വിലയിരുത്തലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. അപ്പൊ ഇവിടെ യോജിക്കാത്തത് എന്താണെന്ന് കണ്ടെത്തുക. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന: വീടുകളിൽ നിർമ്മിക്കാം, ശരിയാണ്. കൂടുതൽ അളവിൽ വേണം, ശരിയാണ്. മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, അത് തെറ്റാണ്. ജൈവവളം മണ്ണിന്റെ ഘടനയെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല, അതും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പി കൾച്ചർ നമുക്ക് പറയാം. എപ്പി കൾച്ചർ എന്താണ്? തേനീച്ച വളർത്തൽ. ഇനി ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തൽ. സെറി കൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. പിസി കൾച്ചർ എന്താണ്? മത്സ്യ വളർത്തൽ. അപ്പൊ ഇതാണ് ഓരോന്നും അനുയോജ്യമായവ. പതിവയ്ക്കലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവയ്ക്കൽ രീതിയുടെ പേര് എന്താണ്? അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ഇതേ രീതിയിൽ പതിവയ്ക്കലിന് പറയുന്ന പേരാണ് നാഗപതിവയ്ക്കൽ. അപ്പൊ ഈ തന്നിരിക്കുന്നതാണ് എന്ത്? നാഗപതിവയ്ക്കൽ. ഈ രീതിയിൽ പതിവയ്ക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച ABC എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ABC സ്ഥാനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് മുറിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പതിവയ്ക്കുമ്പോൾ നമ്മൾ എവിടെയാണ് മുറിക്കേണ്ടത്? ഈ ഭാഗങ്ങൾ, ഇങ്ങനെ ഈ വളച്ചു വച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളാണ് മുറിക്കേണ്ടത്. ഇവിടെ അടുത്ത് നമ്മൾ പറയുന്നത് നാടൻ മാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? അപ്പൊ നമ്മൾ പഠിച്ചു നാടൻ മാവിൽ മൽഗോവയുടെ കമ്പൊട്ടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വളരെ, അതായത് നമുക്ക് ധാരാളം ഫലം ലഭിക്കും, വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്താനായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തുടർ പ്രവർത്തനങ്ങൾ, അത് കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് 1-2 പ്രാവശ്യം കേട്ട് അതിൻ്റെ നോട്ട് തയ്യാറാക്കി നന്നായി പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒന്നുകൂടി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ കമന്റുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിർദ്ദേശങ്ങൾ, അതൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പറയുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നമുക്കത് പരമാവധി എന്ത് ചെയ്യാനായിട്ട് നികത്തി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. കട്ട് ചെയ്ത്